സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ഇന്ന് സ്ഥാനമേൽക്കും. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് സ്ഥാനാരോഹണം. സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കും. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എബിൻ, വലിയ തോതിൽ ഉള്ള ഒരു ചടങ്ങാണോ അവിടെ നടത്താൻ പോകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? വേണു, ഇപ്പോൾ നിലവിൽ 2:30-ക്കാണ്, ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. പതിവിന് വിപരീതമായി സെന്റ് തോമസ് മൗണ്ടിലാണ് ഈ തവണ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. നേരത്തെ സാധാരണ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് സഭയുടെ ആസ്ഥാനമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ വെച്ചായിരുന്നു. പക്ഷേ കുർബാന തർക്കത്തെ തുടർന്ന് ഈ ബസിലിക്ക അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് തന്നെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലായിരിക്കും ഈ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. അതിനുശേഷം നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കുർബാന നടക്കും. കുർബാന ചടങ്ങുകൾക്ക് ശേഷം വീണ്ടും ഇപ്പോൾ നിലവിൽ സിനഡ് തുടരുകയാണ്. ആ സിനഡ് മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ സിനഡ് വീണ്ടും തുടരും. ശനിയാഴ്ച വരെയാണ് ഈ സിനഡ് നടക്കുന്നത്. ഇതിനിടയിൽ നിലവിൽ സഭയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ശംഷാബാദ് രൂപതയിൽ നിന്നാണ് ഇപ്പോൾ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശംഷാബാദ് രൂപതയ്ക്ക് പുതിയ ബിഷപ്പിനെ തീരുമാനിക്കാൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ സിനഡ് കടന്നേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 2:30-ക്കാണ് നിലവിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.